أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال ربنا إننا نخاف أن يفرط علينا أو أن يطغى. قال لا تخافا إنني معكما أسمع وأرى. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അങ്ങേയറ്റം ബഹുമാനമുള്ള അള്ളാഹുവിൻ്റെ വീട്ടിൽ ബൈത്തുള്ളയിൽ വളരെ ആത്മാർത്ഥമായി നിഷ്കളങ്ക മനസ്സോടെ മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് അവൻ നമ്മോട് കൽപ്പിച്ച നിർബന്ധ കർമ്മമായ ജുമുഅ നിർവഹിക്കാൻ വേണ്ടി പള്ളിയിൽ അംഗശുദ്ധി വരുത്തി ഇഅ്തികാഫിന്റെ നിയത്തോടുകൂടി ഒരുമിച്ച് കൂടിയ സ്നേഹനിധികളായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, വളരെ എളുപ്പത്തിൽ നേടാൻ കഴിയുന്ന ഒന്നല്ല അള്ളാഹുവിന്റെ സ്വർഗം. അല്പമൊക്കെ ത്യാഗവും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമർപ്പണവും സഹനവും ക്ഷമയും അവലംബിച്ച് അവൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ സാധ്യമായാൽ മാത്രമാണ് മുത്തഖി എന്ന വലിയ സ്ഥാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അവൻ്റെ പ്രീതി ആഗ്രഹിച്ച് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുവാൻ, നയ നിലപാടുകൾ സ്വീകരിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോട് ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളിപ്പോൾ ഒരു പുതുവർഷത്തിലാണുള്ളത്. എങ്ങനെയാണ് ജൂലൈ മാസത്തിലൊരു പുതുവർഷം? ചിലപ്പോൾ ശ്രദ്ധയില്ലാതെ നമ്മളങ്ങനെ ചോദിക്കാം. ഹിജ്റ കലണ്ടറിലെ ആദ്യ മാസമായ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. 1446 പുതുവർഷമാണ്. വലിയ അനുഗ്രഹമാണ് നമുക്ക് ഇത്. നമുക്ക് അള്ളാഹു ജീവിക്കാൻ അവസരം ലഭിക്കുകയാണല്ലോ. കഴിഞ്ഞ വെള്ളിയാഴ്ചക്ക് ശേഷം ഈ വെള്ളിയാഴ്ച വരെ എൻ്റെ അറിവിൽ 4 പേര് നമ്മുടെ നാട്ടിൽ നിന്ന് യാത്രയായി. അള്ളാഹു വിളിച്ചു, അവർ തിരിച്ചുപോയി. നമ്മളേറെ ഇഷ്ടപ്പെട്ടവരായിരുന്നു അവർ, നമ്മളെ ഏറെ ഇഷ്ടമായിരുന്നു അവർക്ക്. നമ്മളേറെ നമ്മോടൊപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി അവർ തിരിച്ചു പോവുകയാണ്. ഇനി അടുത്ത വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടുമ്പോൾ നമ്മിൽ ആരൊക്കെ ഉണ്ടാകും? ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. ജീവിതത്തിന് അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. അള്ളാഹു നമ്മിൽ നിന്ന് വേർപെട്ടു പോയ, നാം ഏറെ ഇഷ്ടപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, അള്ളാഹു അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ പ്രഭാതവും ഓരോ ദിനങ്ങളും നമുക്ക് ആയുസ് നൽകുമ്പോൾ, ജീവിക്കാൻ അവസരം നൽകുമ്പോൾ, നമുക്ക് ഓരോ പുതുവർഷവും നമ്മുടെ മുമ്പിൽ പ്രതീക്ഷകളായി ഉണർന്നെണീക്കുകയാണ്. അള്ളാഹു തന്നെ അങ്ങനെ പറയുന്നുണ്ട്. ഓരോ നല്ല നല്ല കാലഘട്ടവും ഓരോ മാസവും, ദുൽഖഅദും ദുൽഹജ്ജും മുഹറവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാസങ്ങളാണ്. ഖുർആൻ അങ്ങനെ 4 മാസങ്ങൾ എന്ന് പറഞ്ഞതിൽ പ്രധാനപ്പെട്ട 3 മാസങ്ങളാണ് ഈ 3 മാസങ്ങൾ, ദുൽഖഅദും ദുൽഹജ്ജും മുഹറവും. ഇങ്ങനെ നന്മയുടെ മാസങ്ങൾ, പുണ്യമുള്ള മാസങ്ങൾ, ധാരാളക്കണക്കിന് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന മാസങ്ങൾ, അള്ളാഹുവിൻ്റെ ദാസന്മാർക്ക് തിരിച്ചു വരാനുള്ള അവസരങ്ങൾ, കുറ്റമേറ്റു പറയാനുള്ള അവസരങ്ങൾ, സങ്കടങ്ങൾ പറയാനുള്ള അവസരങ്ങൾ, ഓരോ കർമ്മങ്ങൾക്കും ഇരട്ടി ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകുന്ന അവസരങ്ങൾ. അങ്ങനെ തുടരെ മാസങ്ങൾ പുണ്യമുള്ളതായി മാറുമ്പോൾ അള്ളാഹു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക്
റബ്ബ് നൽകാൻ ഉദ്ദേശിക്കുന്ന പ്രതിഫലങ്ങൾ പൂർത്തിയാക്കാൻ, അള്ളാഹ് നൽകാൻ ഉദ്ദേശിക്കുന്ന പ്രതിഫലങ്ങൾ പൂർത്തിയാക്കാൻ, വയസീദഹും മിൻ ഫളലി, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഔദാര്യങ്ങൾ അള്ളാഹു വർദ്ധിപ്പിച്ചു തരാൻ, ഒരുപാട് നേട്ടങ്ങൾ നൽകാൻ. അങ്ങനെ വന്ന് ഇപ്പോഴിതാ നമുക്ക് മുഹറം മാസം കൂടി നമ്മിലേക്ക് വന്നിരിക്കുകയാണ്. വഹുവ ശഹ്റുല്ലാഹിൽ മുഹറം, അത് അള്ളാഹുവിന്റെ മാസമാണ്. റമളാനും ശവ്വാലും ശ്രദ്ധേയമായ മാസങ്ങൾ തന്നെയാണ്. ദുൽഖഅദും ദുൽഹജ്ജും വളരെ ശ്രദ്ധേയമായ ഒരുപാട് ത്യാഗ ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിച്ച മാസമാണ്. അങ്ങനെ നമ്മൾ പുതുവർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ കാലഗണനയിൽ 12 മാസങ്ങൾ എന്നത് ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിന്റെ തുടക്കം മുതൽ തന്നെയുള്ളതാണ്. അതിൽ 4 മാസങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട മാസം കൂടിയാണ് മുഹറം മാസം. ഹിജറ കലണ്ടറിലെ ആദ്യ മാസം കൂടിയാണ് മുഹറം മാസം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ സെക്കൻഡുകൾ മണിക്കൂറുകളായി, മണിക്കൂറുകൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ ആണ്ടുകളായി, ആണ്ടുകൾ നൂറ്റാണ്ടുകളായി കടന്നു പോകുന്നതിനിടയിൽ ചെറിയ ചെറിയ ജീവിതമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. ആ ജീവിതത്തിനിടയിൽ അള്ളാഹ് നൽകിയ വലിയ വലിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അവനെ ഭയപ്പെട്ട് അവന്റെ ആരാധനകൾ ആത്മാർത്ഥമായി നിർവഹിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക എന്നത് ഏതൊരു വിശ്വാസിയും പുതുവർഷം ആലോചിക്കേണ്ടതാണ്. പഴയ വർഷക്കാലത്തെ തിന്മകൾക്ക് അറുതി വരുത്തി പുതിയ കാലത്ത് പുതിയ നന്മകൾ എഴുതി ചേർക്കാൻ, പുതിയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ, പഴയ പണക്കങ്ങൾ നന്നാക്കിയെടുക്കാനുള്ള അവസരമായി കൂടി പുതുവർഷത്തെ കാണാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. ദാലിക്കദ്ദീനുൽ ഖയ്യിം, ഖയ്യിം എന്നത് തഖ്വീം എന്നതിൽ നിന്നാണ്. തഖ്വീമിന് കലണ്ടർ എന്നൊരർത്ഥം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പുതുവർഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം ആശൂറ വതാസുഅ, റമളാൻ മാസം കഴിഞ്ഞാൽ അള്ളാഹ് ഏറ്റവും കൂടുതൽ പുണ്യം കൽപ്പിച്ചിട്ടുള്ള നോമ്പുള്ളത് ഈ മാസത്തിലാണ്. അത് മുഹറം 9-ന്റെയും 10-ന്റെയും മാസമാണ്. വലിയ പ്രാധാന്യമുള്ള മാസമാണ്, വലിയ ശ്രേഷ്ഠതയുള്ള മാസമാണ്. മാത്രമല്ല അള്ളാഹു ചേർത്ത് വെച്ച മാസം കൂടിയാണ് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസം എന്ന്. അള്ളാഹ് വേറെ ഒരു മാസത്തെ കുറിച്ചും പറഞ്ഞിട്ടില്ല, റമളാനിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല, റബീഉൽ അവ്വലിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. അള്ളാഹ് തന്റെ മാസം എന്ന് പറഞ്ഞത് വളരെ അനിവാര്യമായ ശ്രദ്ധേയമായ ചില രേഖകളാണ്, ചില സിട്ടിപ്പനിയാണ് അള്ളാഹു തന്നിലേക്ക് ചേർത്ത് പറയുക. റസൂലുള്ള എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അബ്ദുല്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, കഅബയെ കുറിച്ച് ബൈത്തുല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹബീബുല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപൂർവം കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് അള്ളാഹു ഷഹ്റുല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. വഫീ ഹാദ ശഹ്രി, ഈ മാസം യൗമുൻ, ഒരു ദിവസമുണ്ട്, ഹസ്വല ഫീഹി ഹദസുൻ അലീമുൻ, ആ ദിവസത്തിലാണ് വലിയ അത്ഭുതകരമായ സംഭവങ്ങൾ നടന്നിട്ടുള്ളത്, ചരിത്രപരമായ സംഭവങ്ങൾ നടന്നിട്ടുള്ളത്. വനസ്റുൻ മുബീൻ മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് ഉള്ളിൽ തട്ടുന്ന, എല്ലാ കാലത്തും പാഠമാകുന്ന വലിയ വിജയങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. അൽഹറഹുല്ലാഹു ഫീൽ ഹഖ് അലൽ ബാത്തിൽ, തിന്മക്കെതിരെ നന്മയുടെ ശക്തമായ വിജയം സംഭവിച്ച മാസം കൂടിയാണ്, ആ മാസത്തിന്റെ ദിവസം കൂടിയാണ് മുഹറം 10 എന്ന് അള്ളാഹു തആല തന്നെ, അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അസത്യത്തെ, അധർമ്മത്തെ, ഫാസിസത്തെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാസിസത്തെ തീർത്ത് കളഞ്ഞ ദിവസം കൂടിയാണ് മുഹറം 10 എന്ന് പറയുന്നത്. ഹൈസു നജ്ജാ ഫിഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസം കൂടിയാണ് മുഹറം 10. വഖൗമഹു, അദ്ദേഹത്തിന്റെ സമൂഹത്തെയും, വഅഗ്റഖ ഫിർഔൻ, എല്ലാ കാലത്തും ഇസ്ലാമിക സമൂഹത്തിന്റെ നെഞ്ചത്ത് അണിയടിച്ചിരുന്ന ഫിർഔനിന്റെ, കാറൂനിന്റെ ആ വൃത്തികെട്ട ആ മുന്നണിയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള തകർച്ച അള്ളാഹു സാധ്യമാക്കിയ ദിവസം കൂടിയാണ് മുഹറം 10 എന്ന് പറയുന്നത്. യൗമുൻ ലഹു ഫളീലത്തുൻ അലീമത്തുൻ വമൻസിലത്തുൻ അലീമുൻ ഇൻദല്ലാഹി തആല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സന്നിധിയിൽ, അള്ളാഹുവിന്റെ ഷിആറിൽ, അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളിൽ വലിയ സ്ഥാനമുള്ള, വലിയ പദവിയുള്ള മാസവും മാസത്തിലെ ദിവസവും കൂടിയാണ് മുഹറം 10 എന്ന് പറയുന്നത്. ഐതിഹാസികമായ വിജയം, സാധാരണഗതിയിൽ കാര്യകാരണങ്ങൾക്ക് അപ്പുറത്തുള്ള വിജയം, മർജിതർക്ക് പ്രതീക്ഷ നൽകിയ വിജയം. ഒരു ഭാഗത്ത് കറകളഞ്ഞ
വിശ്വാസികൾ, ഇസ്ലാമിക സമൂഹത്തിലെ ബനു ഇസ്രായേലികൾ, മർജിതർ, കഷ്ടപ്പാടുള്ളവർ, പ്രതിസന്ധിയുള്ളവർ, മുൾമുനയിൽ ജീവിച്ചവർ, അവർക്കെതിരെ ഫറോവയെയും അവന്റെ കൂട്ടാളികളെയും അള്ളാഹു തകർത്ത് തരിപ്പണമാക്കിയ ദിവസം കൂടിയാണ് മുഹറം മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിലെ ചില നോമ്പുകൾ, ഈ മാസത്തിലെ 10 നോമ്പ്, ഇതൊക്കെ എല്ലാ കാലത്തും മുസ്ലിമുകൾ വലിയ പരിഗണന നൽകിയിട്ടുള്ള, വലിയ സാധ്യതയുള്ള, വലിയ പ്രതീക്ഷയുള്ള കർമ്മങ്ങളായി കാണും. മൂസാ നബി അലൈഹിസ്സലാം ഈ മാസം നോമ്പെടുത്തിരുന്നു. മൂസാ നബിയുടെ ആളുകൾ നോമ്പെടുത്തിരുന്നു, അറബികൾ നോമ്പെടുത്തിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. നമ്മളും പ്രതീക്ഷയോടെ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ രൂപപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നോമ്പെടുക്കാൻ സാധിക്കേണ്ടതാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ദുൽഹജ്ജ് മാസത്തെ തുടർന്നാണ് മുഹറം മാസം നമ്മിലേക്ക് വരുന്നത്. ഒരു വിശ്വാസി അവന്റെ ജീവിതം, പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം, പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും കുടുംബത്തിന്റെയും ജീവിതം, അദ്ദേഹം സമർപ്പിച്ച പ്രബോധനം, അദ്ദേഹം നേരിട്ട പരീക്ഷണങ്ങൾ, അതൊക്കെ കഴിഞ്ഞ് ഹജ്ജിന്റെ ചില സന്ദേശങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി തൗഹീദിൽ ഉറച്ച് കഅബയുടെ ചുറ്റും ചുറ്റി മിനയിൽ പോയി ഉറക്കമില്ലാതെ രാപ്പാർത്ത് അറഫയിൽ നിന്ന് തിരിച്ചറിവിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് എത്രത്തോളം ജംറകളിലും മറ്റും പിശാചിനെതിരെ ശക്തമായ കല്ലുകൾ എറിഞ്ഞ് എല്ലാ അർത്ഥത്തിലും വലിയ കർമ്മം പൂർത്തിയാക്കി തലമൊട്ടയടിച്ച് അങ്ങേറ്റത്തെ ത്യാഗത്തിന്റെ ബലി പൂർത്തിയാക്കി ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തെ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാകപ്പെടുത്തി അവൻ മുഹറം മാസത്തിലേക്ക് വരികയാണ്. ഫാസിസത്തെ പ്രതിരോധിക്കാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ, എതിരാളികൾക്ക് അവരുടെ അരമനകളിൽ അങ്കലാപ്പിന്റെ അലയലുകൾ സൃഷ്ടിക്കാൻ സത്യവിശ്വാസികൾ പാകപ്പെടേണ്ട മാസം കൂടിയാണ് യഥാർത്ഥത്തിൽ മുഹറം മാസം എന്ന് പറയുന്നത്. ചരിത്രം നമുക്ക് നൽകുന്ന അനുഭവം അതാണ്. ആളുകളൊക്കെ നോക്കി നിൽക്കെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനെയും കൂട്ടരെയും ഒരു വടി കൊണ്ടടിച്ച് കടൽ പിളർത്തി. അതിന് മുമ്പും അതിന് ശേഷവും പിന്നെ ആ കടൽ പിളർന്നിട്ടില്ല. ആ കടലിന്റെ ഇടനാഴികളിലൂടെ മൂസാ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും അപ്പുറത്ത് കടക്കുകയും ഫറോവയെ അല്ലാഹു തആല തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് ചരിത്രമാണ്. ഈ ചരിത്രം നമുക്ക് പാഠമാണ്. പക്ഷെ നമുക്കറിയില്ല, നമ്മളത് ആലോചിക്കാറില്ല, അത്തരം കാര്യങ്ങൾ ചിന്തിക്കാറില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ നമസ്കരിക്കാറുണ്ട്, അല്ല 5 വക്ത് നമസ്കരിക്കാറുണ്ട്, ആരാധന നിർവഹിച്ചിട്ടുണ്ട്, മുഹറം 10 നോമ്പെടുത്തിട്ടുണ്ട്. പക്ഷേ ആ ചരിത്രം പാഠമാകുന്ന തരത്തിൽ നിലവിലെ സാഹചര്യത്തോട് പോരാടാൻ, നിലവിലെ മോദി അടക്കമുള്ള, നമ്മുടെ നാട്ടിൽ അമിത്ഷാ അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന, മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുന്ന, മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന, മുസ്ലിം ഇല്ലാത്ത രാജ്യം സ്വപ്നം കാണുന്ന ഈ സാമൂഹിക സാഹചര്യത്തെ നമുക്ക് നമ്മുടെ കരുത്ത് കൊണ്ട്, നമ്മുടെ വിശ്വാസം കൊണ്ട്, നമ്മുടെ പ്രതികരണം കൊണ്ട്, നമ്മുടെ ശക്തമായ ആരാധനകൾ കൊണ്ട് തീർച്ചയായും നമുക്കതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്ക് ചിലപ്പോൾ തോന്നും അങ്ങനെയൊക്കെ പറ്റുമോ എന്ന്. ഫലസ്തീനിലേക്ക് നോക്കൂ സഹോദരങ്ങളെ, അവർക്ക് എന്താണുള്ളത്? ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നൂതനമായ ആയുധങ്ങളെ നിരന്തരം നെഞ്ചു വിരിച്ച് ആ പോരാട്ടത്തിൽ എപ്പോഴെങ്കിലും അവർ പിന്മാറിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അവർ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടനയെ അവർ ആക്ഷേപിച്ചിട്ടുണ്ടോ? ഇല്ല. അവർ പോരാടുകയാണ്. അവരിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന മന്ത്രം എന്താണ്? ഇന്നല്ലാഹ മഅനാ, ഞങ്ങളുടെ റബ്ബുണ്ട്, ഞങ്ങളുടെ കൂടെ റബ്ബുണ്ട്, ഞങ്ങൾക്ക് പിന്തുണയില്ല. ലോകത്തിന്റെ നാനാഭാഗത്തും പലരും ഞങ്ങൾ തീവ്രവാദികളാക്കുമ്പോഴും ഭീകരവാദികളാക്കുമ്പോഴും ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങൾക്കൊപ്പം നിൽക്കേണ്ട അറബ് രാഷ്ട്രങ്ങൾ ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് അല്ലാഹു ഉണ്ട്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അവരെ നാവിൽ നമ്മൾ കേൾക്കുകയാണ്. കൊച്ചു കുട്ടികൾ പോലും അതങ്ങനെ ഉറക്കെ പറയുകയാണ്. ഏത് ചാനലിന്റെ മുമ്പിലും, ഏത് പരസ്യമായ സ്ഥലത്തും ഹസ്ബുനല്ലാഹ് എന്നൊരു ഉറക്കെ പറയുകയാണ്. എന്തൊരു ഈമാനാണ് അവരുടേത്! അവർക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഹജ്ജിലൂടെ പകർന്നു കിട്ടിയ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരുടെ പകർന്നു കിട്ടിയ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പോരാട്ട വീതിയിലെ ചരിത്രത്തിൽ നിന്ന് അവർ പകർന്നെടുത്ത വലിയ വലിയ ആത്മവിശ്വാസങ്ങൾ നമുക്കുണ്ടാകുന്നില്ല. നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. നമുക്ക് അത്തരത്തിലുള്ള പോരാട്ട മനസ്സ് ഉണ്ടാകുന്നില്ല. നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വലിയ വീഴ്ച വരുത്തുന്നവരായി നമ്മൾ മാറുകയാണ്. നേരത്തിനും കാലത്തിനും പള്ളിയിലേക്ക് വരാൻ നമുക്ക് പറ്റുന്നില്ല. ഒരു ഖുതുബയുടെ തുടക്കം മുതൽ നേരത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച പാവങ്ങളെ പെരുന്നാളാണ്, വെള്ളിയാഴ്ച പാവങ്ങളെ ഹജ്ജാൻ. അതിലൊരു സമയമുണ്ട്.
അതിലൊരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന എന്ത് ചോദ്യവും ഞാൻ നിങ്ങൾക്ക് നൽകും. സഹാബത്ത് ചോദിച്ചല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകരെ എപ്പോഴാണ് ആ സമയം? ആ സമയം അറിഞ്ഞാൽ ആ സമയത്തേക്ക് മാത്രം വരുന്ന നിങ്ങൾ ഉണ്ടാകുമെന്നതുകൊണ്ട് റസൂൽ അത് പറഞ്ഞില്ല. അത് നിങ്ങൾ നേടിയെടുക്കണമെന്നാണ്. പക്ഷെ നമുക്കതിന് താല്പര്യമില്ല. അങ്ങനെ നേടിയെടുക്കുന്ന ആളുകൾ, അതിനുവേണ്ടി ഓടുന്ന ആളുകൾ, പ്രവാചകൻ പറഞ്ഞല്ലോ, ആദ്യം വരുന്ന ആളുകൾക്ക് ഒട്ടകത്തിന് സമാനമായ, അന്ന് അതിനേക്കാൾ വലിയൊരു ജീവി അറേബ്യയിലില്ല, ഒട്ടകത്തിന് സമാനമായ പ്രതിഫലം. അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് പിന്നീട് വരുന്ന ഓരോ ആളുകൾക്കും പ്രത്യേകമായ പ്രതിഫലം അള്ളാഹുവിന്റെ പ്രവാചകൻ ഓഫർ ചെയ്തിട്ടും നമുക്ക് ഏറ്റവും ഒടുവിൽ വരാനാണ് ഇഷ്ടം. നാം ചൊല്ലുന്ന ദിക്റുകൾ ഏറ്റവും ചെറുതാക്കാനാണ് ഇഷ്ടം. നാം നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ ഏറ്റവും ലളിതമാക്കാനാണ് നമുക്ക് ഇഷ്ടം. ഞാൻ പറയുന്നത്, നമ്മൾ ഒരുപാട് മുന്നോട്ട് പോവേണ്ടതുണ്ട്. എങ്ങനെയാണ് മൂസാ നബിയെ അല്ലാഹു തആല ഈ പോരാട്ട ഭൂമികയിൽ പ്രാപ്തനാക്കിയത്? നിങ്ങൾ ചരിത്രത്തിലേക്ക് നോക്കിയാൽ മൂസാ നബിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയാലോ. കൊല്ലാൻ വേണ്ടിയിട്ട് ഫറോവന്റെ ഗർഭിണികളായ സ്ത്രീകളുടെ വീടിന്റെ മുമ്പിൽ പട്ടാളക്കാരെ കൊണ്ടുപോയി നിർത്തി. അങ്ങനെ ജനിക്കുന്ന കുഞ്ഞാണെന്നറിഞ്ഞാൽ ഉടനെ കൊല്ലണമെന്ന് വയഖ്തുലൂന അബ്നാഹും. അങ്ങനെയുള്ളൊരു സമയത്താണ് ഉമ്മ ആ കുട്ടിയെ, പിഞ്ചു കുട്ടിയെ, ചോര പൈതലിനെ ഒരു പെട്ടിയിലാക്കി പുഴയിലേക്ക് ഒഴുക്കി വിടുന്നത്, ഒരു പ്രതീക്ഷയുമില്ലാതെ അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട്. അന്ന് തുടങ്ങിയ പരീക്ഷണങ്ങളാണ് ജനനം മുതൽ ഇബ്രാഹിം നബി, മൂസാ നബി അലൈഹി സ്വലാം നേരിടുന്നത്. കൊട്ടാരത്തിൽ പാല് കുടിക്കാൻ പറ്റാതെ, ഉമ്മയെ കാണാതെ ഒരുപാട് കാലം അദ്ദേഹം പ്രയാസപ്പെട്ടു. ഇവൻ ബുദ്ധിയുള്ളവനാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ വേണ്ടി തീയിന്റെ കട്ടയും അതേപോലെ തന്നെ സ്വർണ്ണക്കട്ടയും കൊണ്ടുകൊടുത്ത് അതിൽ തീക്കട്ട വായിലേക്കിട്ട് സംസാരശേഷി നഷ്ടപ്പെട്ടു. അവിടുന്ന് കുറെ അങ്ങോട്ട് പോയപ്പോ അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തിൽ അദ്ദേഹത്തിന്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളെ ഖിബ്തിയായ ഭൂരിപക്ഷ വർഗീയവാദി ക്രൂരമായി പീഡിപ്പിക്കുന്നത് കണ്ടപ്പോ അതിനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ചെറിയൊരു അടിയങ്ങട് കൊടുത്തു. ശക്തമായ അടിയിൽ അയാൾ കൊല്ലപ്പെട്ടു. വലിയ അബദ്ധമായി പിന്നീട് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. ആ കൊലപാതകത്തിന് ശേഷം അദ്ദേഹം നാട് വിട്ടു. മദീനയിൽ അദ്ദേഹം 10 വർഷം ജീവിച്ചു. അവിടെയും പരീക്ഷണങ്ങൾ. പിന്നീട് അദ്ദേഹത്തിന്റെ യാത്ര പോയി പ്രവാചകനായി തെരഞ്ഞെടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ പരിമിതികൾ, നമുക്കൊക്കെ പരിമിതികളുണ്ടല്ലോ, നമ്മൾ എന്തൊക്കെയാ പറയല്? അദ്ദേഹത്തിന്റെ എല്ലാ പരിമിതികളും അവതരിപ്പിച്ചു. എനിക്ക് സംസാരിക്കാൻ പോലും മര്യാദക്ക് പറ്റുള്ള റബ്ബേ, എന്റെ അനിയൻ ഹാറൂനെ കൂടി എനിക്ക് എന്റെ ഒരു സഹായം നിശ്ചയിക്കണം. അല്ല നിശ്ചയിച്ചു കൊടുത്തു. എന്നിട്ട് രണ്ടാളോടും അള്ളാഹു പറഞ്ഞു, നല്ലൊരു വീടൊക്കെ വെച്ച്, നല്ലൊരു കല്യാണമൊക്കെ കഴിച്ച്, കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഒരു സുഖമായിട്ട് ജീവിക്ക് എന്നല്ല. എന്റെ ദൃഷ്ടാന്തങ്ങളുമായി നീയും നിന്റെ അനുജനും കൂടി പോ ഫറോവന്റെ അടുത്തേക്ക്. അവനെ വിടാൻ പറ്റൂല, അവനങ്ങനെ വെറുതെ വിടാൻ പറ്റൂല. നീ അവന്റെ അടുത്തേക്ക് പോണം. നീ എന്നെ ഓർക്കുന്ന കാര്യം നീ മറക്കരുത്. എത്ര സൗകര്യങ്ങളുള്ളപ്പോഴും, എത്ര വിജയമുള്ളപ്പോഴും എന്നെ നീ മറന്നു പോകരുത്, എന്റെ കാര്യം നീ മറന്നു പോകരുത്. അള്ളാഹുവിന്റെ ഒരു കണ്ടീഷനാണ്, നമുക്കുള്ള കണ്ടീഷനാണ്. നമുക്കങ്ങനെ തോന്നണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്നെ താങ്ങി നിർത്തിയത് എന്റെ റബ്ബാൻ. ഭക്ഷണം നൽകിയത് റബ്ബാൻ, കുടുംബത്തെ നൽകിയത് റബ്ബാൻ, കുട്ടികളെ നൽകിയത് റബ്ബാൻ, ഒരുപാട് ബർക്കത്ത് നൽകിയത് റബ്ബാൻ, ഇഷ്ടംപോലെ സമ്പാദ്യം നൽകിയതും പ്രയാസങ്ങൾ അതിജീവിക്കാനുള്ള ഭൗതിക സാഹചര്യം നൽകിയതും എന്റെ പടച്ചോനാണ് എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്നെ നീ മറന്നു പോകരുത്. അങ്ങനെ മറക്കാതെ നീ മുന്നോട്ട് പോവുക. എന്നിട്ട് നിങ്ങൾ പോയിട്ടോ ഇത് അവിടെ ചെന്നിട്ട് അവൻ അതിക്രമകാരിയാണ് കേട്ടോ, അവൻ അതിക്രമകാരിയാണ്. അവൻ ഇസ്ലാമിനെ ഇഷ്ടപ്പെടുകയില്ല, റബ്ബിനെ ഇഷ്ടപ്പെടുകയില്ല, അവൻ തന്നെ റബ്ബാണെന്ന് പറയുകയാണ്. അല്ലേ? അങ്ങനെയല്ല നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ ഞാൻ ദൈവത്തിന്റെ അവതാരമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറയുക. അങ്ങനെ പറഞ്ഞ് എല്ലാ അർത്ഥത്തിലുമുള്ള ആക്രമണം നിർവഹിക്കുമ്പോ മാന്യമായ ഇസ്ലാമിക പ്രബോധകന്റെ നിലപാടാണ്. മാന്യമായ മൃദുലമായ രീതിയിൽ അവനോട് സംസാരിക്കുക, ഒരു ദഅവത്ത് നടത്തുക, ദാഇയായി നീ മാറുക. ലഅല്ലഹു യതദക്കറു വയഖ്ശ. ചിലപ്പോ അവൻ നന്നായാലോ, അഥവാ അവൻ നന്നായാലോ, അല്ലാഹ്ക്കറിയാം ഒരു കാലത്തും ഫറോവ നന്നാവൂലാന്ന്. പക്ഷേ പ്രബോധകൻ അവന്റെ പണിയെടുക്കണം. ആ പണിയും ഇസ്ലാമിക സമൂഹം മറന്നു. നമുക്ക് ആളുകളോട് ഇസ്ലാമിനെ പറ്റി പറയാനില്ല, ആളുകളോട് ഇസ്ലാമികമായി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ ആ അർത്ഥത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു പ്രവർത്തനം പോലും അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹു പാകപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പരീക്ഷണ ഘട്ടങ്ങളിലൂടെ. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് രണ്ടുപേരും റബ്ബന, പടച്ചോനെ ഞങ്ങൾ രണ്ടാളും ഫറോവൻ ഞങ്ങളോട് ആ വിവേകം കാണിക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഭയമാണ് വിതറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കും ഭയമാണ്. നമ്മളൊക്കെ ഭയപ്പെടുന്നവർ തന്നെയാണ്. ഭയം ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും പ്രവാചകന്മാർക്ക്, എല്ലാ കാലത്തെയും വിശ്വാസികൾക്ക് ഉണ്ടായിട്ടുണ്ട്.
എല്ലാ കാലത്തെയും ഇസ്ലാമികമായി ജീവിക്കുന്ന പ്രബോധകർക്ക് ഭയമുണ്ടായിട്ടുണ്ട്. അതാത് കാലത്തെ ഭരണാധികാരികളും ആ കാലത്തെ മുതലാളിമാരും ഇസ്ലാമിക സമൂഹത്തിന് ഭയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഭയപ്പെടും. ഞങ്ങൾ പ്രയാസമുണ്ട്, അള്ളാഹുവിനോട് അവർ അവതരിപ്പിച്ചു, ഞങ്ങൾ പ്രയാസത്തിലാണ്, ഞങ്ങളെ അവരെന്തെങ്കിലും ചെയ്യുമോ എന്ന് ഭയപ്പെടുന്നു, ആക്രമിക്കോ എന്ന് ഭയപ്പെടുന്നു. ആ സമയത്ത് അള്ളാഹു ആശ്വാസത്തിന്റെ വചനം മൂസാ നബിക്ക് മാത്രമല്ല നമുക്കും കൂടി കാല ലാ തഖാഫ, പേടിക്കണ്ട, ഇന്നനി മഅകുമ, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. എന്തൊരു ആത്മവിശ്വാസമാണ്! നിങ്ങളെ കൂടെ ഞാനുണ്ടാകും. ഞാൻ ഒറ്റക്കാണെങ്കിൽ എൻ്റെ കൂടെ രണ്ടാമനായി എൻ്റെ റബ്ബ് ഉണ്ടാവും എന്നുള്ള ബോധ്യമാണ് ഇസ്ലാമിക സമൂഹത്തിലെ ഒരു കരുത്തനായ വിശ്വാസിക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. ഞങ്ങൾ 2 പേരാണെങ്കിൽ 3-ാമനായി റബ്ബ് ഉണ്ടാകും. ഞങ്ങൾ 100 പേരുള്ള ഒരു സംഘമാണെങ്കിൽ 101-ാമനായി ഞങ്ങളുടെ റബ്ബുണ്ടാകും എന്ന ബോധ്യം. ഞാൻ അതൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പോവുക, ഞാനുണ്ടാവും നിന്റെ കൂടെ. അങ്ങനെ ഞങ്ങൾ 2 പേരും അള്ളാഹുവിന്റെ ദൂതന്മാരാണ്. അതുകൊണ്ട് ബനി ഇസ്രായേൽ, ഞങ്ങളെ ആൾക്കാരുണ്ടല്ലോ, നീ അടിമകളാക്കി വെച്ച, നീ അഭയാർത്ഥികളാക്കി വെച്ച, ഞങ്ങളെ പാവപ്പെട്ട, നീ പൗരത്വം നിഷേധിക്കപ്പെട്ട ഞങ്ങളെ ജനങ്ങളുണ്ടല്ലോ, അവരിങ്ങോട്ട് വിട്ടുതരണമെന്ന് ധൈര്യപൂർവം അധികാരിയുടെ അരമനകളിൽ അങ്കലാപ്പ് സൃഷ്ടിക്കാൻ സാധിച്ചു മൂസാ നബി അലൈഹിസ്സലാമിന് എന്നതാണ് മുഹറം മാസത്തിന്റെ ഒരു പ്രത്യേകതയായി, അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഭയം വിതറുന്ന ഒരു സാഹചര്യം, അവിടെ പോയി മാപ്പുസാക്ഷിയാവാനോ, അവിടെ പോയി പ്രയാസങ്ങൾ അവതരിപ്പിക്കാനോ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഞങ്ങൾ പാവങ്ങളാ, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, ഞങ്ങൾക്ക് ഒന്നിനും വയ്യ എന്ന് പറയുന്നതിന് പകരം ആർജവത്തോടു കൂടി ആദർശത്തിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വിമോചനത്തിന്റെ കാഹളമൂതുകയാണ് മൂസാ നബി അലൈഹിസ്സലാം എന്നുള്ളതാണ്. വിമോചനം സാധ്യമാവണമെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും ഭയം കൂടാതെ, പേടിയുണ്ടാകും, പേടിയുടെ സാഹചര്യം ഉണ്ടാകും, ഭീരുക്കളാവാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുക എന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, പ്രാർത്ഥനയും വളരെ പ്രധാനമാണ്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ, നമ്മളടക്കമുള്ള മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന, പടച്ച റബ്ബിനെ മാത്രം ആശ്രയിക്കുന്ന, മറ്റെല്ലാ ശക്തികളെയും ദൂരെ കളയാൻ സാധിക്കുന്ന, എതിരാളികളുടെ എന്ത് സംസാരത്തെയും പ്രതിരോധിക്കാൻ കഴിയുന്ന ഈമാന്റെ പ്രഭകളായിട്ട് മാറാൻ മുഹറം മാസം നമുക്ക് നൽകുന്ന പ്രചോദനം ചെറുതല്ല. മുഹറത്തിന്റെ ചരിത്രവും നമുക്ക് നൽകുന്ന ചരിത്രം ചെറുതല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ദുൽഖഅദ് മാസത്തിന്റെയും മുഹറം മാസത്തിന്റെയും സന്ദേശം എന്ന് പറയുന്നത് തീർച്ചയായും ഈ പ്രതീക്ഷയുടെ കിരണങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പല സ്ഥലത്ത് മൂസാ നബി അലൈഹി സ്വലാം പേടിയെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ വടി നിലത്തിടാൻ, അവിടെ പാമ്പാവുന്ന ഒരു സമയത്ത് മൈതാനത്ത് ആളുകൾ ഒരുമിച്ച് കൂടുന്ന അവിടെയും അദ്ദേഹം പറയുന്നുണ്ട് ഭയം. അപ്പൊ അല്ലാഹു പറയുന്നുണ്ട്, മൂസേ നീ പേടിക്കണ്ട. വടി നിലത്തിട്ട് പാമ്പാകുന്ന സമയത്തും മൂസാ നബി പേടിക്കുന്നുണ്ട്. ഒക്കെ പേടിയാണ്, നല്ല പേടിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ പിന്നീട് മൂസാ നബി അലൈഹിസ്സലാം തന്റെ ദൗത്യത്തിന്റെ ഇടയിൽ ഫറോവയും കൂട്ടരും എല്ലാ അർത്ഥത്തിലും ഈ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാനും ഇല്ലായ്മ ചെയ്യാനും തകർത്ത് തരിപ്പണമാക്കാനും ആസൂത്രണം ചെയ്ത് മുഴുവൻ മുസ്ലിമീങ്ങളെയും കൊലപ്പെടുത്തണമെന്ന് തീരുമാനിച്ച് ആയുധ സംഹാരികളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് രക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുസ്ലിമീങ്ങളും മറികടക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ സമുദ്രത്തിന്റെ മുമ്പിലെത്തി. മുന്നിൽ പാരാവാരം പോലത്തെ സമുദ്രം, പിന്നിൽ എതിരാളികളായ 10,000-കണക്കിന് ശത്രുക്കൾ. അവരെ മുമ്പിൽ പെട്ടു. ഇനി ഒരു മാർഗമല്ല, നമുക്കിനി മാപ്പ് സാക്ഷിയാവുകയെ മാർഗമുള്ളൂ. ഇല്ലെങ്കിൽ NRCന്റെ പേരും പറഞ്ഞ്, അല്ലെങ്കിൽ പൗരത്വത്തിന്റെ പേരും പറഞ്ഞ്, അല്ലെങ്കിൽ UAPയുടെ പേരും പറഞ്ഞ് നമ്മുടെ അറസ്റ്റ് ചെയ്യും, നമ്മളെ ഇല്ലായ്മ ചെയ്യും, നമ്മൾ ജയിലടക്കപ്പെടും. ആ അർത്ഥത്തിൽ എന്ത് ചെയ്യും നമ്മൾ? ആ ആളുകൾ ചോദിച്ചത്രേ, അനുയായികൾ ചോദിച്ചത്രേ, ഇന്നാല മുദ്രക്കൂൻ, നമ്മൾ പെട്ടല്ല മൂസേ, നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ നല്ലത് പറഞ്ഞിട്ടും, നല്ല ദീന് പറഞ്ഞിട്ടും, നന്മ പറഞ്ഞിട്ടും നമ്മൾ കുടുങ്ങിപ്പോയല്ലോ മൂസേ, നമ്മൾ എന്ത് ചെയ്യും? മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനത്തെ മുമ്പിൽ നിർത്തി ഉറക്കെ പറഞ്ഞത്രേ, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഞാനങ്ങനെ മാറി നിന്നാ പറ്റുമോ? ഞാനങ്ങനെ തോറ്റുപോയാൽ പറ്റുമോ? എന്റെ കൂടെ എന്റെ റബ്ബുണ്ടാവും. കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. പടച്ച റബ്ബുണ്ടാകും, റബ്ബ് വഴി കാണിച്ചു തരും. തന്റെ കയ്യിലുള്ള വടി കൊണ്ട് അദ്ദേഹം കടലിൽ അടിക്കുകയാണ്, സമുദ്രത്തിൽ അടിക്കുകയാണ്. അതാണ് ചരിത്രം. ഇത് കഥ പറയാൻ മാത്രമുള്ളതല്ല, ഇതൊരു പ്രചോദനമാണ്.
നമ്മുടെ കയ്യിലുണ്ട് വടി, നമ്മുടെ കയ്യിലൊക്കെ വടിയുണ്ട്, പക്ഷെ ആ വടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. ആ വടി കൊണ്ടുള്ള യഥാർത്ഥ ഉപകാരം തുടക്കത്തിൽ മൂസാ നബിക്ക് അറിയുമായിരുന്നില്ല. എന്തിനാ കയ്യിൽ മൂസ വടി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇതുകൊണ്ട് ഞാനിങ്ങനെ കമ്പൊക്കെ വെട്ടും, എന്റെ ആടുകളെ നോക്കും, ആടുകൾ അനുസരിച്ച് അടിക്കും എന്നൊക്കെ പറയുന്ന ആ വടി പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വിപ്ലവത്തിന് കാതോർക്കുന്ന വടിയായിട്ട് മാറുകയാണ്. കടൽ പിളർന്ന അദ്ദേഹത്തിന്റെ സമൂഹവും മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, ഇന്ത്യ പോലത്തെ ഒരു സാഹചര്യം, കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ ഭരിച്ചിരുന്ന സംവിധാനം, പ്രതിപക്ഷത്ത് നിന്ന് ഒരു ശബ്ദം പോലും ഉയരാൻ പറ്റാത്ത വിധം എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരു ഘട്ടത്തിൽ ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകിയ പ്രതീക്ഷ എന്താണ്? 400-ലധികം സീറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അവസാനം എന്താ സംഭവിച്ചത്? നെഞ്ചിലിടുത്തി പോലെ ശക്തമായൊരു പ്രതിപക്ഷം അവിടെ വന്നു. എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ആ പ്രതിപക്ഷത്തിന്റെ കഴിഞ്ഞ തവണത്തെ പ്രഭാഷണത്തിൽ ഞാൻ ഇന്ന് ഓതി വെച്ച ആയത്താണ് അദ്ദേഹം പാരായണം ചെയ്തത്. അതിന്റെ ആശയം ഇന്നനി മഅകുമാ അസ്മഉ വഅറാ. മൂസാ നബി അലൈഹിസ്സലാം ഫറോവയെ ചെന്ന് കാണുന്ന സമയത്ത്, ആ സമയത്ത് മൂസാ നബി അന്ന് പറഞ്ഞ അതേ കാര്യമാണ് ലോക്സഭയിൽ ശ്രദ്ധേയമായി വന്നിട്ടുള്ളത്. അതിന്റെ യഥാർത്ഥ ആശയം കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഭയപ്പാടിന്റെ പുറന്തോട് പൊട്ടി പുതുയുഗം പ്രതീക്ഷയോടെ കാണുന്ന ആഗ്രഹിക്കുന്ന അത്തരത്തിൽ ഉയർത്തിയ ആ ഒരു ആശയം, ആ ഖുർആനിന്റെ ആശയം, ആ ഭയപ്പാടില്ലാത്ത ആശയം നമ്മുടെ നെഞ്ചകത്തൊരു വെളിച്ചമായി വിതറാൻ മുഹറം മാസം നമുക്ക് നൽകുന്ന പ്രചോദനം വളരെ വളരെ വലുതാണ്. അത് ആലോചിച്ച് അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്ത് അതനുസരിച്ച് നോമ്പെടുത്ത് കരുത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ അർത്ഥത്തിലുള്ള കരുത്തരായ വിശ്വാസികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുത്തഖിയായി ജീവിക്കാൻ എന്നോട് നിങ്ങളോടും ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ചൊവ്വയും ബുധനുമാണ് മുഹറം 9, 10 നോമ്പ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. മുഹറം 9-ന് അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പെടുത്തിട്ടില്ല. ശരിക്കും മുഹറം 10-ന് നോമ്പിന് 4 ഘട്ടങ്ങളുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, മക്കയിൽ വെച്ച് നോമ്പെന്ന് നിർബന്ധമാക്കുന്നതിന് മുമ്പ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളുമൊക്കെ 2 or 3 നോമ്പ് മാസത്തിലെടുത്തിരുന്നു. പക്ഷെ മുടങ്ങാതെ എടുത്തിരുന്നൊരു നോമ്പ് മുഹറം 10-ലെ നോമ്പായിരുന്നു. അതിങ്ങനെ മൂസാ നബിന്റെ കാലത്ത് തന്നെ വന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് ഒരു ഫർളിന്റെ സ്ഥാനത്തുള്ള നോമ്പായിരുന്നു ആദ്യകാലത്ത് മുഹറം 10-ന്റെ നോമ്പ്. പിന്നീട് 2ാം ഘട്ടം എന്ന് പറയുന്ന നബി മദീനയിലെത്തിയ ശേഷം, മദീനയിൽ ജൂതന്മാരൊക്കെ ഇങ്ങനെ മുഹറത്തിന്റെ മാസത്തിൽ ഇങ്ങനെ നബി സന്ദർശിക്കുന്ന സമയത്ത് ജൂതന്മാരൊക്കെ നോമ്പെടുക്കുന്നതായിട്ട് നബിക്ക് കാണാൻ പറ്റും. അപ്പൊ അവരോട് ചെന്ന് നബി ചോദിച്ചു, ഫർഅൽ യഹൂദ തസൂമു യൗമ ആശുറ ഫഖല മാ ഹാദാ, എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ നോമ്പൊക്കെ? അപ്പൊ അവർ പറഞ്ഞു, ഖാലു ഹാദാ യൗമുൻ സ്വാലിഹുൻ ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീൽ മിൻ അദുബിഹിം ഫസ്വാമഹു മൂസ. ഈ ദിവസമാണ്, മുഹറം 10-നാണ് മൂസാ നബിയെ, അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ അള്ളാഹു രക്ഷിച്ചത്, ഫറോവയെ തകർത്തത്. അതിന്റെ ഓർമ്മക്ക് മൂസാ നബി നോമ്പെടുത്തിരുന്നു, ഞങ്ങൾ നോമ്പെടുക്കുന്നു. അതിന് നബി പറഞ്ഞൊരു മറുപടി, അങ്ങനെയാണെങ്കിൽ നിങ്ങളെക്കാളും മൂസാ നബിനോട് കമ്മിറ്റ്മെന്റ് ഉള്ളത് ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളും എടുക്കുന്നു എന്ന് പറഞ്ഞ് പിന്നീട് 2ാം ഘട്ടം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം 3ാം ഘട്ടം എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാവുകയാണ്. റമദാനിലെ നോമ്പ് നിർബന്ധമായതോടുകൂടി മുഹറം 10-ലെ നോമ്പ് പിന്നീട് സുന്നത്തായിട്ട് മാറുന്നതാണ് 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ അതിൽ വരേണ്ടതുണ്ട്. നമുക്ക് അത്രയും അതിലേക്ക് പോകേണ്ടതില്ലാത്തതുകൊണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പോണില്ല. 4ാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് പ്രവാചകന്റെ അവസാന ഘട്ടമായപ്പോൾ മുഹറം 10-ന്റെ നോമ്പ് ഇങ്ങനെ എടുത്തു വരികയായിരുന്നു. അവസാന വർഷം, പ്രവാചകൻ വഫാത്താകുന്നതിന്റെ വർഷം, മുഹറം 10-ന്റെ നോമ്പ് എടുത്ത് സഫറും കഴിഞ്ഞ് റബീഉൽ അവ്വലിലാണ് റസൂലുള്ളാഹി ലോകത്തോട് വിട പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രവാചകൻ ജൂതന്മാരോട് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു എതിരുണ്ടാവണം, വ്യത്യസ്തമായി നിൽക്കണം എന്നും മുഹറം 10-ന്റെ നോമ്പിന്റെ ഒരു നിർവൃതി എന്നോണം റസൂലുള്ളാഹി സ്വഹാബത്തോട് പങ്കുവെച്ചു. സ്വഹാബത്തെ, അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ മുഹറം 9-ന്റെ നോമ്പും കൂടിയും എടുക്കുമെന്ന് പ്രവാചകൻ പ്രത്യാശ പ്രകടിപ്പിച്ച നോമ്പാണ് മുഹറം 9-ന്റെ നോമ്പ്. നമുക്കത് രണ്ടും സുന്നത്താണ്.
ഫർളിൻ്റെ സ്ഥാനമുള്ള സുന്നത്താണ് 10ന്റെ നോമ്പ്. എത്ര പ്രയാസമുണ്ടെങ്കിലും നമ്മുടെ മുതിർന്ന പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ ആ നോമ്പെടുക്കണം. ആ നോമ്പിൽ ധാരാളക്കണക്കിന് ആരാധനാ കർമ്മങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നിർവഹിക്കണം. സാധ്യമാവുന്ന ചരിത്രങ്ങളൊക്കെ പഠിക്കണം. കുട്ടികളൊക്കെ നോമ്പെടുപ്പിക്കണം. ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ് കുട്ടികളോടൊക്കെ. സഹാബത്ത് ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ചെറിയ കുട്ടികൾക്ക് നോമ്പൊക്കെ കൊടുത്തിട്ട് അവർ ഉച്ചയാകുമ്പോൾ അങ്ങനെ കരയും. അപ്പം അവർ പറയും, ഞങ്ങൾ എല്ലാവരും കൂടി മണ്ണ് കൊണ്ട് ഓരോ കളിപ്പാട്ടുണ്ടായിട്ട് കുട്ടികളെ അങ്ങനെ കളിപ്പിക്കും. അങ്ങനെ കളിപ്പിച്ച് അവർ ഉറങ്ങും. ഉറങ്ങിയാൽ പിന്നെ ഞങ്ങളവരെ 4 മണിയൊന്നും ആയാലും വിളിച്ചുണർത്താതെ നോമ്പ് തുറക്കുന്ന സമയം വരെ ഞങ്ങളങ്ങനെ കളിപ്പിക്കും. അങ്ങനെ നോമ്പ് തുറക്കുന്ന സമയമായാൽ അവരെ വിളിച്ചുണർത്തി ഞങ്ങൾ അവരെ നോമ്പ് തുറപ്പിക്കും. അപ്പം അതൊരു പരിശീലനം കൂടിയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ആ അർത്ഥത്തിലുള്ള പ്രചോദനം നിങ്ങൾ നൽകണം. അങ്ങനെ ഒരു പ്രതീക്ഷയുടെ കിരണം സൃഷ്ടിക്കാൻ ഈ നാട്ടിൽ ഇസ്ലാമിക സമൂഹത്തിന് വിമോചനം സാധ്യമാവുന്ന തരത്തിലുള്ള വിപ്ലവങ്ങൾ ഉണ്ടാവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എല്ലാവരും മുഹറം 9ലെയും 10ലെയും നോമ്പെടുക്കാനും പ്രാർത്ഥിക്കാനും പരസ്പരം പ്രാർത്ഥിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ പറയാനുമൊക്കെ അവസരം ഉപയോഗപ്പെടുത്തണം എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ നാട്ടിൽ ഈ ആഴ്ച നടന്ന മരണങ്ങൾ. കുന്നുംപറമ്പിൽ കബീർ സാഹിബ്, എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. നമ്മുടെ മദ്രസയിലെ പ്രധാന അധ്യാപകൻ കൂടിയായിരുന്ന ജംഷീർ സാഹിബിൻ്റെ ഉപ്പയാണ്. വളരെ സ്നേഹനിധിയായ മക്കളും നല്ല കുടുംബ സംവിധാനം കൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മോട് വിട പറഞ്ഞു. അതേപോലെ ലിങ്ക് റോഡിൽ താമസിക്കുന്ന അഹമ്മദ് അൻസാരി, അദ്ദേഹവും ആളുകൾക്ക് പ്രിയങ്കരനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. വാനൂറിൽ താമസിക്കുന്ന കബീർ സാഹിബ്, അവിടെ എനിക്ക് പോകാൻ പറ്റിയില്ല, അദ്ദേഹവും ഈ ലോകത്തോട് വിട പറഞ്ഞു. അതേപോലെ തന്നെ പുതിയംഗം താമസിക്കുന്ന ഒരു സഹോദരി, 4 പേരാണ് ഈ ആഴ്ചയിൽ നമ്മോട് വിട പറഞ്ഞത്. വിട പറയാന്ന് പറഞ്ഞാൽ അവരൊക്കെ നമ്മോട് എല്ലാ അർത്ഥത്തിലും വിട പറഞ്ഞു. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്, നമുക്കൊക്കെ അങ്ങനെ സംഭവിക്കും. അള്ളാഹു നമ്മിൽ നിന്ന് വേർപെട്ടു പോയ ആ സഹോദരന്മാർ സഹോദരി സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും വീഴ്ചകളും വിട്ടുപുറത്ത് മാപ്പാക്കി അള്ളാഹു അവരെ അവൻ്റെ ഹിസാബ് എളുപ്പമാക്കുന്നവരിൽ, ഖബറിന് ശിക്ഷ ലഭിക്കാതെ സന്തോഷകരമായി സ്വർഗം ലഭിക്കുന്നവരിൽ അള്ളാഹു അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരിലൂടെ അവരുടെ കുടുംബത്തിനുണ്ടായ ദുഃഖവും സങ്കടവും ഒക്കെ മാറി ശാന്തിയും സമാധാനവും നൽകി അള്ളാഹു പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ആലത്തൂർ പരിസരത്ത് നിന്നും കുറച്ച് ആളുകൾ ഉംറയ്ക്ക് പോകുന്ന വിവരവും കൂടി ഇവിടെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരെ ഉംറ കബൂൽ ചെയ്ത് അവരെ പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുവാൻ ഉംറ നിർവഹിക്കാൻ അവരെയും നമ്മയും അള്ളാഹു പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ പ്രയാസമുള്ളവരാണ്, ദുരിതങ്ങളുള്ളവരാണ്, ബുദ്ധിമുട്ടുള്ളവരാണ്, ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അള്ളാഹുവേ, നീ ഞങ്ങളെ പ്രത്യേകം പരിഗണിക്കണമേ. തമ്പുരാനെ, ഞങ്ങളുടെ ആരോഗ്യം നീ ദീർഘായുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ. തമ്പുരാനെ, ഞങ്ങളെ കൂട്ടത്തിൽ മാനസികമായി പ്രയാസമുള്ള ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു നീ അവർക്ക് മനസ്സിന് ശാന്തിയും സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. തമ്പുരാനെ, ആരോഗ്യപരമായ പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്, ഇരുന്ന് നിസ്കരിക്കുന്നവരുണ്ട്, നിസ്കരിക്കാൻ വരാൻ പറ്റാത്തവരുണ്ട്. അള്ളാഹുവെ, നീ ആരോഗ്യം നൽകി ദീർഘായുസ് നൽകി കഴിവ് നൽകി കരുത്ത് നൽകി നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ. തമ്പുരാനെ, കടം കൊണ്ട് വരഞ്ഞവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, ഞങ്ങളെ മഹല്ലിലുണ്ട്. നീ അവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി കടം വീട്ടാനുള്ള വഴിയൊരുക്കി നീ അവരെ സഹായിക്കണമേ. തമ്പുരാനെ, പടച്ചവരെ, ഞങ്ങളെ കൂട്ടത്തിൽ പെൺകുട്ടികളെ വിവാഹപ്രായമെത്തിയ ആളുകളുണ്ട്. നീ അവർക്ക് എത്രയും പെട്ടെന്ന് നല്ല ഇണകളെ നൽകി പ്രത്യേകം അനുഗ്രഹിക്കണമേ. തമ്പുരാനെ, പടച്ചവനെ, കുടുംബത്തിന് നന്നായി നേതൃത്വം കൊടുക്കുന്ന നല്ല പെൺകുട്ടികളെ നൽകി ഞങ്ങളെ കുടുംബത്തിലെ പുരുഷന്മാർക്ക്, ആൺകുട്ടികൾക്ക് നീ നല്ല കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കണമേ. തമ്പുരാനെ, വിദേശത്ത് ജോലി ചെയ്യുന്ന വാപ്പമാർ ഞങ്ങൾക്കുണ്ട്, വളരെ കഷ്ടപ്പെട്ട് ആ പിതാക്കൾക്ക് നീ നല്ല സാമ്പത്തിക അഭിവൃദ്ധിയും സ്നേഹവും ക്ഷമയും സഹനവും ആരോഗ്യം ദീർഘായുസ്സൊക്കെ നൽകി അനുഗ്രഹിക്കണമേ. തമ്പുരാനെ, പടച്ചവന്, വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങളുടെ കുട്ടികൾ വ്യത്യസ്ത സ്ഥാപനത്തിൽ പഠിക്കുന്നവരാണ്. നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവും പക്വതയും അറിവും നൽകി ഞങ്ങളുടെ മക്കളെ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ. തമ്പുരാനെ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ നീ ബർക്കത്ത് നൽകണമേ. തമ്പുരാനെ, ഞങ്ങളുടെ ബിസിനസ്സുകളിൽ നീ ഞങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ. തമ്പുരാനെ, എല്ലാത്തിനും ഉപരി അല്ലാഹ്, നീ വിളിക്കുന്ന സമയത്ത്, അത് ഏത് സമയത്താണെങ്കിലും ഞങ്ങൾ നിന്നിലേക്ക് വരേണ്ടവരാണ്. നീ വിളിക്കുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി എവിടെ വെച്ച് എങ്ങനെ മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് മരിക്കാൻ, പടച്ചവനെ നെറ്റിത്തരത്തിൽ വിയർപ്പോടുകൂടി മരിക്കാൻ, അള്ളാഹുവേ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ, റഹ്മാനായ റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചുണ്ടിൽ പടപടപ്പില്ലാതെ ആശങ്കയില്ലാതെ അസ്വസ്ഥതയില്ലാതെ ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. തമ്പുരാനെ, അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات طيب ثراهم وجعل الجنة مأواهم اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين اللهم دمر أعداءنا وأعداء الدين اللهم شتت شملهم وفرق جمعهم وزلزل أقدامهم يا رب العالمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم أقم الصلاة